ഹായ് ഗൈസ്, +1 ഫിസിക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറഞ്ഞു തരട്ടെ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് പോയിന്റ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ടാബിളാണ്. ചില സബ്സ്റ്റൻസുകളും അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്ര? 900 ആണ്. ഒക്കെ SI യൂണിറ്റിലാണ്. ഇങ്ങനെ അലുമിനിയം, കാർബൺ, കോപ്പർ, ലെഡ്, സിൽവർ, ടങ്സ്റ്റൺ, ഐസ്, ഗ്ലാസ്, അയൺ, കെറോസിൻ, എഡിബിൾ ഓയിൽ, മെർക്കുറി, ഇതിൻ്റെയൊക്കെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. പിന്നെ എന്തിനാ തന്നത്? നിങ്ങൾ പഠിക്കണം ഏതെന്നറിയോ? വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിക്കണം. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്ര അറിയോ? 4186 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഇതാണ് SI യൂണിറ്റ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി SI യൂണിറ്റ്. ഇതാണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇത് നിങ്ങൾ എന്തായാലും കാണാതെ പഠിക്കണം. പ്രോബ്ലം വരുമ്പോൾ വാട്ടറിൻ്റെ ചിലപ്പോൾ തരണമെന്നില്ല, ബാക്കിയൊക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ തരും. ഇത് പിന്നെ എന്തിനാ ഞാൻ ഈ ടേബിളോട് ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെല്ലാ സബ്സ്റ്റൻസിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒന്ന് വാട്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എല്ലാ ആൾക്കാർക്കും കുറവാണ്. ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇവിടെ ആർക്കുള്ളത്? വാട്ടറിനാണ്. ഒരു പ്രാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഒരു 3-4 സബ്സ്റ്റൻസ് തന്നു, അതിൽ വാട്ടർ ഉണ്ടായിരുന്നു. ഇതിൽ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത്? ഒന്നും നോക്കണ്ട, ആ തന്നിരിക്കുന്ന കൂട്ടത്തിൽ വാട്ടർ ഉണ്ടെങ്കിൽ വാട്ടറിനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത്. ആ പോയിന്റ് ഓർത്തു വെക്കുക, വാല്യൂ പഠിച്ചേക്കണം. 4186 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. സെറ്റ് അല്ലേ?